ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് നമ്മളൊരു വാഗമണ്ണ് പോവാട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു എറണാകുളത്തേക്ക്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരുമിച്ചൊരു ട്രിപ്പൊക്കെ പോവാം. അങ്ങനെ പോയതാട്ടോ വാഗമണ്ണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈകിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു 11 ഒരു 10:30 ഒക്കെ ആയി അവിടെ എത്തിയപ്പോൾ കേട്ടോ. രണ്ട് പേരും രാവിലെ കുളിക്കാൻ വേണ്ടി പോവാട്ടോ. പൂളിൽ പോയി വിളിച്ചു, ഒന്നും പറയാനില്ല, ഭയങ്കര രസമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. പിന്നെ ഗ്രീൻ പാലസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ നിന്നിരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും എന്താ പറയുക, പിന്നെ അധികം വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ടൈം അങ്ങനെ രണ്ടും കൽപ്പിച്ച് പൂളിലങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഭയങ്കര തണുപ്പാണ്, ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ വാഗമണ്ണ് അറിയാലോ എല്ലാവർക്കും, ഭയങ്കര തണുപ്പായിരിക്കും. എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങി. പുള്ളിക്കാരി ഇങ്ങനെ നോക്കി നിൽക്കുക, ഇറങ്ങണോ വേണ്ടേന്ന് വെച്ചിട്ട്. എനിക്ക് പിന്നെ അങ്ങനെ തണുപ്പും കാര്യം ഞാൻ നോക്കാറില്ല. എനിക്കിഷ്ടപ്പെട്ട ഞാനങ്ങ് ഇറങ്ങും. നമുക്ക് ഇപ്പോഴല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയ പൂളൊന്നുമല്ല, എന്നാൽ അത്യാവശ്യം പിള്ളേർക്കും അതുപോലെ തന്നെ നോർമൽ നമ്മളെ പോലുള്ള എല്ലാം ഇറങ്ങാനൊക്കെ പറ്റിയ പൂളാട്ടോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ തിരിച്ചു പോവാം കേട്ടോ. വട്ടവടയിൽ എന്തൊക്കെയോ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് വരാം കേട്ടോ. ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം കേട്ടോ. നമ്മളിവിടെ വിട്ട് പോവാണ്. ഇപ്പോൾ ടൈം ഒരു 9:30 ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നല്ല വീഡിയോസ് ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇനി അവിടെ ചെന്നിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാം. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ദെൻ ഗ്രീൻ പാലസ് ആട്ടോ. ഗ്രീൻ പാലസ് ഇവിടെയാണ് നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊട്ടക്കുന്നെത്തി. ഇതാ എൻട്രി കേട്ടോ. ഇവിടെ നിന്നാട്ടോ ടിക്കറ്റൊക്കെ എടുക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറാണേ. ഞാൻ ഒരുപാട് നാളായിട്ടാണ് ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ഒരുപാട് നാളായിട്ടോ. ഇന്ന് പോകണം, നാളെ പോകണം. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ കണ്ടാൽ ഞാൻ പറയും നമുക്ക് പോവാട്ടോ ഒരു ദിവസം. അപ്പോൾ എല്ലാവരും അവിടെ വെച്ച് ഓക്കെ പറയും. പക്ഷേ പിന്നെ അങ്ങ് മറക്കും എല്ലാവരും. പിന്നെ എല്ലാവരും ഓരോ വഴിക്കാവും. പിന്നെ കാണുന്ന അടുത്ത വർക്കിനായിരിക്കും. ഇപ്പം ഞാൻ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ ആഗ്രഹങ്ങളും എല്ലാം ഞാൻ സാധിച്ചെടുക്കും. എനിക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാനങ്ങ് പോകും കേട്ടോ. കൂടെ ഉള്ളത് എൻ്റെ കൂട്ടുകാരി കേട്ടോ എന്ന് പറയുന്നത്. കുറേ നാളായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ട്. അപ്പോൾ ഗായ്സ് ഇതാട്ടോ മൊട്ടക്കുന്ന്. ഇതിൻ്റെ മേലെയാണ് നമ്മൾ നിൽക്കുന്നത്. അടിപൊളിയാട്ടോ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വാഗമണ്ണ് വന്നാൽ മൊട്ടക്കുന്ന് വരാം. കറങ്ങാനുള്ള കാണാൻ ഒരുപാടുണ്ട് മൊട്ടക്കുന്ന്. ഒരുപാട് കുന്നും മലകളും ചെരുവുകളും പിന്നെ നല്ല പച്ചപ്പും. പിന്നെ അതേ അതിൻ്റെ ഉള്ളിൽ ഒരു താഴ്ന്ന റോഡും മേലെ റോഡും ഒക്കെ ഉണ്ട്. അടിപൊളിയാട്ടോ. എല്ലാവരും വാഗമൺ വന്നിട്ടില്ലാത്ത ആൾക്കാർ ഉറപ്പായിട്ടും വരണം മൊട്ടക്കുന്ന്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ ഇരുന്നു, കാറ്റ് കൊണ്ടു. എന്ത് രസമായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ ഒരു ഡേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ആസ്വദിച്ചു. ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ആ ഡേ തന്നെ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാണ്, നമ്മൾ ആഗ്രഹങ്ങൾ ഉള്ളിൽ വെക്കാതെ ഉറപ്പായിട്ടും നമ്മളത് സാധിക്കാൻ നോക്കാം കേട്ടോ. നമ്മളെപ്പോഴും എന്താ പറയുക, ഇന്ന് എപ്പോഴാണ് നമ്മൾ ഉണ്ടാവുക ഇല്ല ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളല്ലേ, വലിയ വലിയ ആഗ്രഹം ഒന്നല്ലല്ലോ. ഇതൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റിയ ആഗ്രഹങ്ങളാണ്. ആർക്കും പോകാൻ പറ്റുന്നൊരു സ്ഥലങ്ങളാണ് ഇതൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ. കുറേ നേരം ഇവിടെയൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ചും കൂടിയും അവിടെ ഇങ്ങനെ കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമ്മൾ മുകളിലേക്കൊന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടു. അങ്ങനെ മുകളിലേക്ക് പോയപ്പോഴാണ് അവിടെ ഭയങ്കര സംഭവങ്ങൾ. എന്താ പറയുക, മറ്റേ കയാങ്കിയിൽ കയറി, പിന്നെന്താ അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പൈസ ഒക്കെ കൊടുക്കണം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കണം തോന്നുന്നു. എനിക്കത് കറക്റ്റ് അറിയില്ല. ഞാൻ എടുത്തില്ല കേട്ടോ. അവിടെ നിന്നിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ തന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അന്ന് തന്നെ പെട്ടെന്ന് വരണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കണ്ട് വേഗം വന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വരാനൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ പുള്ളിക്കാർ ഇതിലൊന്ന് കയറി. പക്ഷേ
എനിക്ക് ഭയങ്കര, ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതിൽ കയറുന്നത്, ഞാൻ ആദ്യമായിട്ടാണ്. ആൾ കയറിയിട്ടുണ്ട് കേട്ടോ, എൻ്റെ ഫ്രണ്ട് കയറിയിട്ടുണ്ട്. പക്ഷേ ആൾക്ക് വലിയ പേടിയൊന്നുമില്ല, പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷേ ആര് കണ്ടാലും എനിക്ക് ഭയങ്കര ധൈര്യമാണ് എന്നൊക്കെ വിചാരിക്കുള്ളൂ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലിങ്ങനെ ഭയങ്കര പേടിയാട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ എന്തുണ്ടെങ്കിലും പുറത്ത് കാണിക്കില്ല. ഞാൻ പിന്നെ അവരോട് 100 വട്ടം ചോദിക്കുന്നുണ്ട്, വീഴൊന്നുമില്ലല്ലോ, കറക്റ്റല്ലേ, കറക്റ്റ് കിട്ടിയിട്ടൊക്കെ ഇല്ലേ? കാരണം അവരുണ്ടെന്ന് പറയുമ്പോൾ ഒരു സമാധാനം അല്ലേ. പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് റീൽസിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, പൊട്ടി വീഴുന്നതും മരിക്കുന്നതും. ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിൽ വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ചിന്തയൊക്കെ ചിന്തിക്കും. ജീവിച്ച് തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ ഇപ്പോഴാണ് ജീവിച്ച് തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ ഇനി ഒട്ടും ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമുക്ക് നമ്മുടെ ജീവനൊന്നും കളയാൻ വയ്യ. ഇതിലൊരുപാട് ടൈമിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. പിന്നെ എന്താ പറയുക, പൈസ പോയതിൻ്റെ ഒരു വിഷമം തോന്നി. കാരണം എനിക്ക് അത്രയും ആ പൈസയുടെ ഒരു ടൈമിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. കയാക്കിൽ കയറാൻ പോവാം കേട്ടോ, നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ കയറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ ഇഷ്ടംപോലെ കയറിയിട്ടുണ്ട്. പക്ഷെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നങ്ങനെ വീഡിയോസ് എടുക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എടുത്ത് നോക്കാം. ഇപ്പം മറ്റുള്ളവരിത് കേൾക്കുമ്പോൾ വലിയ സംഭവം, ഇത് ചെറിയല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ, സത്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് വലുത് തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരുപാട് ആഗ്രഹങ്ങളാണ് ഇങ്ങനെയൊക്കെ പോകാനും എല്ലാം. പക്ഷെ ഇപ്പോഴാണ് ഇതൊക്കെ സാധിക്കുന്നത്. ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടി എൻ്റെ സന്തോഷങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയായിരുന്നു, അങ്ങനത്തെ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. ഇപ്പം ഞാനൊന്നും ചിന്തിക്കാറില്ല. ഞാനിപ്പോൾ വളരെയധികം ഹാപ്പിയാണ് കേട്ടോ. കയാക്കിൽ ഞാൻ ആദ്യമൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം ഞാൻ കയറിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാറില്ല കേട്ടോ. ഒരുപോലെ ഇങ്ങനെ അങ്ങനെ ഒത്തിരി ചെയ്യല്ലേ, ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്ക്, കുറച്ച് ഫ്രണ്ടിലോട്ട് വെക്ക്, ഇങ്ങനെ 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 വെക്ക്, പിന്നെ വെച്ചിട്ട് 1 2 3 ഇവിടെ വെക്ക്. ഇനി പതുക്കെ ബാക്കിലേക്ക് വാ. നമുക്കിഷ്ടപ്പെട്ട ആൾക്കാരെ കൂടെ പോവുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണല്ലേ. നമുക്ക് വേണ്ടി അവരൊക്കെ പോവാറുള്ളതാണ്. പക്ഷെ നമുക്ക് വേണ്ടി ഒരു ദിവസം മെനക്കെട്ട് നമ്മുടെ കൂടെ വരാം, അതൊക്കെ വലിയൊരു കാര്യമല്ലേ. എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല. എനിക്ക് 2-3 ഫ്രണ്ട്സേ ഉള്ളൂ. അത് ഭയങ്കര ആത്മാർത്ഥ. എടി ഞാൻ അങ്ങോട്ട് തിരിയണേ, എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഇങ്ങോട്ട് മാത്രം പോവാടി, ഇതിപ്പോ ഇങ്ങോട്ടാക്കണം. അങ്ങനെ പാട്ടും ചിരിയും കളിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഡേയും പോയിട്ടാ. അപ്പം ഇതൊക്കെ അവസാനിച്ചു എത്തിയിട്ടോ നമ്മളവിടെ. അങ്ങനെ വളരെയധികം സന്തോഷമായി. അങ്ങനെ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ ഒരുവിധമൊക്കെ അവസാനിച്ചു. അപ്പം ഇങ്ങോട്ട് വരാനൊക്കെ ആഗ്രഹമുള്ളവർ കുറച്ച് ടൈമിങ്ങൊക്കെ എടുത്ത് വരാൻ നോക്കാം കേട്ടോ. നമ്മൾ എല്ലാത്തിലും കയറി തളർന്ന് കുത്തി ഇനി കുറച്ച് വെള്ളം കുടിക്കണം, ജ്യൂസ് കുടിക്കണം. സത്യം പറയാലോ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോൾ എന്തായാലും ആ വെള്ളമൊക്കെ മുട്ടക്കുന്നൊക്കെ കയറുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, വെള്ളമൊക്കെ കൊണ്ടുവന്നോട്ടോ. നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, ഒത്തിരി ദാഹിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചു പോവാട്ടോ, കുറേ കാണാനുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പെട്ടെന്ന് പോകേണ്ട കാരണം അത്യാവശ്യം കണ്ടു, ഇനിയും കുറേയൊക്കെ ഉണ്ട് കാണാനായിട്ട്. മെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കാൻ ഒരു സ്പേസൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തില്ല, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ 3 മണിക്കൂറില്ലായിരുന്നു, അവിടെ 3 മണിക്കൂറുണ്ട് കേട്ടോ. അവിടെ വാഗമണ്ണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് കേട്ടോ. വാഗമണ്ണ് വരാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു. ഇപ്പോഴാണ് സമയം കിട്ടിയതൊക്കെ. സത്യം പറയില്ല, ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. ക്ഷീണിച്ചു, ക്ഷീണിച്ചു. ഫുഡ് കഴിക്കണം, നന്നായിട്ട് ഫുഡ് കഴിക്കണം, ജ്യൂസ് കുടിക്കണം.
എന്നിട്ട് വീട്ടിൽ ചെന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങണം. അതൊക്കെയാണ് ഇപ്പം ആഗ്രഹം, നന്നായിട്ട് ഉറങ്ങണം എനിക്ക്. അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി ജ്യൂസ് കുടിക്കുന്ന വീഡിയോസൊക്കെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ എല്ലാം അവസാനിച്ചു, പുറത്തേക്ക് പോവാട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് വെള്ളം കുടിക്കാമെന്ന്. അപ്പോൾ സോഡാ സർബത്താണ് കുടിച്ചത് കേട്ടോ. പിന്നെ ഒന്നും കുടിക്കാനൊന്നും തോന്നിയില്ല. അധികം വേറെ ഒന്നും കഴിച്ചൊന്നുമില്ല. പിന്നെ കുറേ നമ്മളുടെ തേയില, കാപ്പിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ. നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിച്ചില്ല. തിരിച്ച് നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ പോവാണ് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിയാൽ മതി എന്നുള്ള രീതിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ കുറച്ച് നല്ല ഭംഗിയുള്ള മലകളൊക്കെ കണ്ടു. പിന്നെ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം വിശ്രമിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അവിടെ നിന്നപ്പോൾ നല്ല കാറ്റും പിന്നെ എന്താ പറയുക, മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പിലിട്ട മാങ്ങ ഒക്കെ കഴിച്ചു. ഇവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കടക്കാൻ പാടില്ല എന്ന്. പിന്നെ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല, വെറുതെ പൊല്ലാപ്പി നിൽക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ എറണാകുളത്ത് എത്തിയിട്ട് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും.